നമുക്കിന്ന് ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരമ്മ തൻ്റെ കുട്ടിയുമായിട്ട് പള്ളിയിലോട്ട് വരിക. പള്ളിയിൽ സൺഡേ സ്കൂളിലെ സാറിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഇവന് ഭയങ്കര സംശയങ്ങളാണ്, ഇവൻ്റെ സംശയമൊന്നും എനിക്ക് തീർത്തു കൊടുക്കാൻ പറ്റില്ല, സാർ ഇവനെ ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൂട്ടി 1-ാം ക്ലാസ്സിലോട്ട് പോയി. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പം ഇരുത്തി അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1-ാമത്തെ ദിവസം ദൈവം രാത്രിയും പകലും വെളിച്ചവും സൃഷ്ടിച്ചു. 2-ാമത്തെ ദിവസം ആകാശം സൃഷ്ടിച്ചു. 3-ാമത്തെ ദിവസം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചു. 4-ാമത്തെ ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടി ആദ്യത്തെ സംശയം ചോദിച്ചു, സാറേ എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പറയടാ മോനെ, എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, സാറേ ഈ ആദ്യത്തെ ദിവസം രാത്രിയും പകലും ഉണ്ടാക്കി, 3-ാമത്തെ ദിവസം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ ഉണ്ടാക്കി, ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ സൂര്യനെ ഉണ്ടാക്കണേ? സൂര്യനുണ്ടെങ്കിൽ മാത്രമല്ലേ രാത്രിയും പകലും ഉണ്ടാവുള്ളൂ, സസ്യങ്ങളുണ്ടാവണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം വേണ്ടേ? അപ്പോൾ സാറിന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. സാറ് പറഞ്ഞു, നീ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അധ്യാപകൻ വീണ്ടും പഠിപ്പിച്ചു തുടങ്ങി. ദൈവം മണ്ണ് കുഴച്ച് ആദാമിനെ സൃഷ്ടിച്ചു. അവൻ്റെ വാരിയല്ലൂരി ഹവ്വായിനെ സൃഷ്ടിച്ചു. അവർക്ക് ഏദൻ തോട്ടം ഉണ്ടാക്കി. ഏദൻ തോട്ടത്തിൻ്റെ നടുക്കുള്ളൊരു വൃക്ഷം, അതിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് അടുത്ത ഡൗട്ട്, സാറേ ഇതെന്ത് പരിപാടിയാണ് പറയണേ? ഈ നടുക്കൊരു മരം കൊണ്ടുപോയി വെച്ചിട്ട് കഴിക്കരുതെന്ന് പറയണം. ദൈവത്തിന് എല്ലാ കാര്യവും അറിയാവുന്നതല്ലേ, ഇവരുടെ അടുത്ത് കഴിക്കുമെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ദൈവത്തിന് ആ മരം അവിടെ വെക്കാതിരുന്നാൽ പോരെ? ഇതവിടെ കൊണ്ടുപോയി വെച്ചതുകൊണ്ടല്ലേ അവർ കഴിക്കുന്നത്. ഇതൊരു മതി മറ്റടുത്ത പരിപാടിയല്ലേ സാറേന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഇരിക്കണ്ട, നീ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് സാറ് വീണ്ടും ഈ കഥ തുടർന്ന് പഠിപ്പിച്ചുകൊണ്ട് പോയി. ആദാമിനും ഹവ്വായ്ക്കും 2 മക്കളുണ്ടായി, കായേനും ഹാബേലും. കായൻ ഹാബേലിനെ കൊന്നു. ദുഷ്ടനായ കായൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോൾ പയ്യൻ അടുത്ത ഡൗട്ട്, സാറേ ദൈവം ആകെ ആദാമിനെയും ഹവ്വായിനെയും സൃഷ്ടിച്ചു, അവർക്ക് 2 ആൺമക്കളും ഉണ്ടായി, അതിൻ്റെ അകത്ത് ഒരാളെ കൊല്ലുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് കായൻ ആരെയാണ് കല്യാണം കഴിച്ചേ? കായൻ എങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികളുണ്ടായേ? നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായേ? അപ്പോൾ സാറ് പറഞ്ഞു, നിന്നെ ഇനി പഠിപ്പിച്ചിട്ട് കാര്യമില്ല മോനെ, പഠിത്തം നിർത്തിക്കോളാൻ പറഞ്ഞു. ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തിനെയൊക്കെയോ ഭയന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾ ആരോടും ചോദിക്കാറില്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. നമുക്ക് ഈ ലോകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ലോജിക്കൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ കഴിയുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതാണ് ആ പുസ്തകം, യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. ഇതൊരു മാസ്റ്റർ പീസ് പുസ്തകമാണ്. എൻ്റെ ചിന്താഗതികളെയെല്ലാം മാറ്റിമറിച്ചൊരു പുസ്തകമാണിത്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ ഈ ലോകത്തെ കണ്ട രീതിയിലായിരിക്കില്ല പിന്നീട് ഈ ലോകത്തെ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും പറയാറുണ്ട് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഈ കട്ടി കണ്ടിട്ട് പലരും ഇത് വാങ്ങാൻ മടിക്കുന്നുണ്ട്. ചിലർ പറയണത് ഇത്രയും വലിയൊരു പുസ്തകം വായിക്കാനുള്ള ക്ഷമയൊന്നും അവർക്കില്ല. പിന്നെ ചിലർ പറഞ്ഞത് ഇത് വായിച്ചാലും ഇതിന് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചില സുഹൃത്തുക്കളാണെങ്കിൽ ഇത് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്, അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ഈ ചാനലിൽ ഈ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് വീഡിയോകൾ ചെയ്താലോ എന്ന്. നമുക്ക് ഈ പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് ഈ ചാനലിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കഴിയാത്തവർക്ക്, വായിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് അതിന് സാധിക്കാത്തവർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും. മനുഷ്യരാശിയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വലിയ പുസ്തകമാണിത്. ഇതിൽ 14.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ബിഗ് ബാങ് മുതൽ വർത്തമാനകാലം വരെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറയാനൊക്കെ പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ ചെറിയ ഓരോ അധ്യായങ്ങളും ഓരോ കഥകളും എടുത്ത് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും പൊളിച്ച് പുതിയ രീതിയിൽ എഴുതാൻ ഈ പുസ്തകത്തിന് കഴിയും.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ പുതിയൊരു പ്ലേലിസ്റ്റ് ഉടനെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ മറ്റു പുസ്തകങ്ങളുടെ വീഡിയോയും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ പുസ്തകമാണ്, സയൻസാണ്, ഹിസ്റ്ററിയാണ് എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട നോവലും കഥകളും ഒന്നും ഞാൻ ചെയ്യാതിരിക്കില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഓരോ പുസ്തകങ്ങൾ വായിച്ചു തീരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.